എന്താ പരിപാടി കുട്ടി പറ. അത് മാത്രമല്ല എനിക്ക് അറിയുള്ളൂ. എന്തൊക്കെ പരിപാടി അറിയോ? നമ്മൾ എന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല. ഞാൻ ആർക്കും സമൂഹത്തിന് ഒരു ദോഷമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഇതെന്താ അവാർഡോ? എന്താ അവാർഡ്? കാണുന്നുണ്ടോ? ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു 2 ദിവസത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. പുറത്തു പോയതും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷോർട്സിൻ്റെ ചെറിയ കുറച്ച് ബ്ലൂപ്പേഴ്സ് എടുത്ത് ഡിലീറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും ആണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിയും തക്കാളിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് പറഞ്ഞൂലേ, പിന്നെ ഇത് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. ഇവിടെ ഇങ്ങനത്തെ ചമ്മന്തിയാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടം. പിന്നെ ഇതിൽ തേങ്ങ കലർത്തി എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തേങ്ങ കലർത്താറില്ല. അപ്പോൾ ഇതേന്ന് ഈ എളുപ്പ പണിയാണ് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. കുറേ കാലമായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ കാലം ഒന്നിച്ചുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് മടുത്തുപോയി. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ തന്നെ ചോദിച്ചു ഞങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മളിപ്പോഴും പ്രോപ്പറായിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ഒന്നും കൊടുത്തയക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ മെല്ലെ മെല്ലെ ആയിട്ട് വരുന്നുള്ളൂ. ബേബി രാവിലെ കരഞ്ഞു കഴിഞ്ഞാൽ പണികളൊക്കെ പകുതിയിൽ നിൽക്കില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലിയും ചമ്മന്തിയും നമ്മുടെ ഹയാൻകുട്ടൻ എണീറ്റ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അവന് കൊടുക്കുകയാണ്. ബേബി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരയും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് പോയിട്ട് പാൽ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെയും കിച്ചണിൽ നിൽക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ പോകുന്നത്. ബേബി കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേബിൾ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. മീൻസ് ഇപ്പോൾ ലഞ്ച് വന്നിട്ട് ഇഡ്ഡലി കൊടുത്തയക്കുന്നുണ്ട്. കുറേ ദിവസം ഒന്നും കൊടുത്തയച്ചിട്ടില്ല. സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് അവർ കഴിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് നിർത്തി. അവർ ഹോസ്റ്റലുള്ളതുകൊണ്ട് സ്കൂളിൽ നമ്മൾ ഏർപ്പാടാക്കി കൊടുത്താൽ മാസം 1000 രൂപ വെച്ച് കൊടുത്താൽ അവർ ഫുഡ് കൊടുക്കും കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പോഴേക്കും നമ്മുടെ ബേബിയൊക്കെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ശരിക്കും ഉറങ്ങാൻ കേട്ടോ. നമ്മൾ ഷോർട്സിലൊക്കെ എടുക്കുന്നത് പറയുമ്പോൾ നമ്മൾ പണി ചെയ്യുന്ന ആ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ കുറേ ഷോർട്സൊക്കെ ഞാൻ ചെറിയ ഇതൊക്കെ എടുത്ത് വെക്കും. എന്നിട്ട് അങ്ങനെ നമ്മൾ ഷോർട്സ് ആക്കുകയാണ്. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കഷ്ടമുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇക്കാക്കൊന്നും ശരിക്കും വരികയില്ല. അപ്പോൾ ഇക്കാടെ മിക്ക സംഭവം നാച്ചുറലായിട്ട് ഇക്ക അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതും ഷോർട്സിൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ ഇട്ടൊരു ഷോർട്സിൻ്റെ. അത് ശരിക്കും നമ്മൾ തുണി ഉണക്കാനിടാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഫേസിൽ കുറച്ച് നിസ്സംഗ ഭാവം ഉണ്ടാവും. അത് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാവമായിരുന്നു. പിന്നെ അതേ ഇതിൽ നമുക്ക് ഷോർട്സും നടക്കും, നമ്മുടെ തുണി ഉണക്കാനിടലും നടക്കും. അങ്ങനെ തുണിയൊക്കെ ഉണക്കാനിട്ട് പിന്നെ അതുപോലെ തുണി കുറച്ച് മടക്കി വെക്കാനുള്ള ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്തിട്ട് വന്ന് പിന്നെ അങ്ങനെ കേട്ടോ അതൊരു ഷോർട്സ് ആക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൂപ്പേഴ്സൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാവേ. അപ്പോൾ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പീരിയഡ്സ് ടൈം തന്നെയാണ് മെയിനായിട്ട്. അതായത് മാസത്തിൽ ആ ഒരു 7 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമുക്ക് ചിലവർക്കൊക്കെ ഭയങ്കര റാഷസും ഇറിറ്റേഷനും ചൂടും ഒക്കെ തോന്നാറുണ്ട് അല്ലേ, ചില പാഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എവർടീൻ ഡിസൈറബിൾ ഓൾവേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഡാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആദ്യം നമ്മളൊരു പാഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിൽ അവർ കോട്ടൺ ആണോ യൂസ് ചെയ്തിരിക്കണം നോക്കണം. കോട്ടൺ പാഡ്സ് മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റാഷസോ കാര്യങ്ങളോ ഒന്നും വരില്ല, ബിക്കോസ് ഇത് കോട്ടൺ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പാഡിൻ്റെ ഇനി മറ്റൊരു ഗുണം എന്ന് പറയുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് വൈഡ് വിങ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇത് കണ്ടില്ലേ, കോട്ടൺ ആണ്, ലോക്ക് സിസ്റ്റം ഉണ്ടാവുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൂയിഡ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള യൂസസ്, അതായത് ഗുണങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഇതിൽ വന്നിട്ട് 8 ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് വന്നിട്ട് നീമും സാഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ. അതുകൊണ്ട് അതിൽ നമുക്കൊരു ബോറായിട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ കോട്ടൺ ഡ്രൈ ടോപ്പ് ലെയറിൻ്റെ എക്സ്ട്രാ ലോങ് ആൻഡ് വൈഡ് വിങ്സ് ആണ്. ഇത് കുറച്ചും കൂടി നീളമുണ്ട്, അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ ഈ വിങ്സ് വന്നിട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് നീങ്ങിപ്പോവില്ല. അഡ്വാൻസ്ഡ് ലീക്ക് പ്രൊട്ടക്ഷൻ ആണ് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ജെൽകോർ ഹെൽപ്സ് ലോക്ക് ഫ്ലൂയിഡ് അവേ. പിന്നെ നോൺ ഇറിറ്റേറ്റിംഗ്, അതുപോലെ സ്കിൻ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കുകളും കൊടുക്കുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടും. പിന്നെ അതുപോലെ അവരുടെ സൈറ്റിലും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു പാക്കറ്റിൽ എന്ന് പറയുമ്പോൾ 20 പാഡ്സ് ഉണ്ടാവും. 250 mm ആണ്, എക്സൽ സൈസാണ്. അതുപോലെ വില വന്നിട്ട് 100 രൂപയുള്ളൂ, കാര്യമായിട്ടുള്ള വിലയൊന്നുമില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും വാങ്ങി നോക്കുക, കാരണം അതായത് പാഡ് യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് കേട്ടോ. ഒരിക്കലെങ്കിലും വാങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അന്ന് അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വന്നിരിക്ക്, ഒരു 2 ദിവസം സ്കൂൾ പൂട്ടിയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇല്ല വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല, നീ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ശരി വൈകുന്നേരം പോവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചാമ്പക്കയിൽ ഫുള്ള് ചാമ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പറിച്ച് കൊണ്ടുപോവാം, അവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയതാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചാമ്പയാണ് കേട്ടോ. ഫ്രഷ് കുട്ടികളെ കിട്ടുന്ന പോലെ ഉണ്ടോ. സോ ഹാപ്പി. അല്ലേ എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് നമുക്ക് കുട്ടീനെ കിട്ടൂലേ, അതുപോലെ എനിക്ക് സന്തോഷം തോന്നുന്നു. അത് ശരിക്കും ഒരു വെള്ള കളർ വരണം. ഇതാ ഈ കളറ് എന്ത് രസമാണ് ചെയ്യാം. എവിടെ കണ്ട് ഇത് റെഡ് ചാമ്പ, അത് വെള്ള ചാമ്പ. സന്തോഷാണ്. നമ്മുടെ വീട് വന്നിട്ട് 7 സെൻറ്റേ ഉള്ളൂ കേട്ടോ. അതിൽ ഫുള്ളായിട്ട് വീടാണ്, 2 സൈഡിലും കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഈ ഭാഗത്ത് സിമെൻ്റൊക്കെ വെട്ടിപ്പൊളിച്ച് അങ്ങനെ എൻ്റെ ഈ ചെടികളൊക്കെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും വാടക വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ട് നടന്ന ചെടികളാണ്. അങ്ങനെ അതിനെ ഞാൻ അങ്ങനെ കുറിച്ചിട്ട് അതിന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത്രയും സന്തോഷം. ചിലർക്ക് തോന്നും ഓ അവള് കുറച്ച് ഓവർ സീനാണെന്ന്. എൻ്റെ മുത്തുമണികളാണ് ഇവരൊക്കെ. ഞങ്ങളെ ഒന്നും സ്നേഹമില്ല, നിങ്ങൾ ഫ്രൂട്ട് തരില്ലല്ലോ. സ്നേഹമില്ലാണ്ട് എൻ്റെ ജീവിതം ഫുള്ള് നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു. വെള്ളായില്ലേ എന്താണ് എന്റെ കുട്ടിക്ക് കാണുന്നത്? എവിടെ? അതൊന്നും പഴുത്തിട്ടില്ലല്ലോ. എന്റെ മൂത്രത്തിൽ ചൂട്ടത് നോക്കട്ടെ. ഒരു കൊട്ട നിറയെ ഫ്രൂട്ട്. ഇതിപ്പോ നമ്മൾ വാങ്ങാൻ പോയാൽ പോലും നമുക്ക് കിട്ടൂല. എന്താണ് കിട്ടാത്തത്? പണിയെടുത്താൽ നമുക്ക് ഇതുപോലെ കോമ്പ് പൊട്ടിച്ചമ്മേ എന്റെ കുട്ടികളെ ദ്രോഹിക്കരുത്. അതിന്റെ മേലെ 2 എണ്ണം വലുത് നിക്കണ്. അഭി എല്ലാം പറിക്കണം കേട്ടാ, ഇനി എന്നോട് പറിക്കാൻ പറയരുത് എന്നുള്ള പോലെ. ഇതാണ് എലന്തപ്പഴം, അതായത് ബേറാപ്പിൾ. ആയിട്ടില്ല, ചെറുത് പറിക്കണ്ട പറയാ. അത് ഫുള്ള് ചെറുതൊക്കെ പറിച്ചിട്ടേ തീർക്കാണ്. ഇത് ആയിട്ടുണ്ട് കാൽഭാഗം വരെ. ശരി മതി. ചെറുതൊക്കെ അബിക്ക് തരും നോക്കിക്കോ. ചെറുത് പറിച്ചാ ഏത് അത് കിട്ടുമോ? ഒരു വലുതാണ്. ഇപ്പുറത്തേക്ക് വെയില് ഓപ്പോസിറ്റ്. അയച്ചത് എന്താണ്? ചാമ്പയ്ക്ക് മാത്രല്ല കൊറേ ഫ്രൂട്ട്സ് ഉണ്ട്. അല്ലേ ഇതെന്താ അവാർഡോ? എന്താ അവാർഡാണ്? അപ്പൊ നമ്മള് കൊറേ നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇത് ഫുള്ളും കിട്ടി. ഇനിയും ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇനി കൊറേ കിട്ടും. ഇനി പിങ്കോ? പിങ്ക് വേണ്ട, പിങ്ക് അവർക്കും കൊടുക്കണ്ടേ? അപ്പൊ അവർക്കും കൊടുത്ത് നമുക്കും കഴിക്കാം. ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ താത്താന്റെ അവിടെ കൊടുക്കാം അല്ലേ? ഇനി കൊറേ ഉണ്ടോ? വെള്ളച്ചാമ്പയിലും മരം ഫുള്ള് അതേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ ഇതിലും കുറേ പുതിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മരിപ്പിന്റെ ആ സമയത്ത് ഉണ്ടായിട്ട് ആ വിഷമത്തിലൊന്നും പറിച്ചില്ല, ഒക്കെ പോയി, നശിച്ചു പോയി. പ്രാവശ്യം കുറേ ഇത് ചെടിയാണ്. ശരി. അച്ഛൻ്റെ പനി മാറിയോ? മാറിയോ? ശരി.
അങ്ങനെ അമ്മേൻ്റെ വീട്ടിൽ ഞാൻ രാത്രി നിൽക്കാറില്ല കേട്ടോ. എനിക്കെന്തോ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര ഇടങ്ങാറാവും. നമ്മുടെ വീട്ടിലേക്ക് വരണം തോന്നും. വന്നതും പിന്നെ പിറ്റേ ദിവസത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്സ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ശരിക്കും നല്ല രസമാണ് കേട്ടോ ഷോർട്സിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ. രാത്രി മിക്കവാറും 12 മണിക്കായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ബേബീനെ ശരിക്കും നമ്മൾ ഉറക്കുമ്പോൾ റനാനെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ. അതേപോലെ ഇക്കിയും ഹയാനിയും അവർ നാച്ചുറലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യും. ഹെയ്സൂനിയും. അല്ലാതെ അവരെ നമുക്ക് കിട്ടൂല. ഞാനും റനയാകുമ്പോൾ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കും. അത് പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ബേബീനെ ഉറക്കുന്നതിനോട് കൂടെ ഷോർട്സിൻ്റെ ആ ഒരു ഭാഗം കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹെയ്സൂൻ്റെ കാര്യമാണ്. ഹെയ്സൂൻ്റെ ഒക്കെ ശരിക്കും നേച്ചുറലാണ് കേട്ടോ. അമ്മി തൊട്ടി മാറി ബെഡിലിട് ചുച്ചുനയിലിടാ. 1 2 3 4 5 അമ്മി ചിരിക്കല്ല. ഓക്കെ ആക്ഷൻ 1 2. ബ്ലൂപ്പേഴ്സിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഇടാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെമ്മറി ഫുള്ളാവുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റിയില്ല. ഇൻഷാല്ല വേറെ ഏതെങ്കിലും നല്ല വീഡിയോൻ്റെ കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. തൊപ്പികളൊന്നും കാണാനില്ല. ഉള്ളിൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് വന്നിട്ട് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് പിറ്റേ ദിവസം നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് എടുത്ത കുറച്ച് കാര്യങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കൂടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്താ പരിപാടി റനക്കുട്ടി പറ. ഒന്നും ഞാൻ ഫുഡ് അടിക്കാൻ പോണെന്ന് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്തൊക്കെ പരിപാടി അറിയോ? പാലക്കാട് യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റ് ഉണ്ട്. അപ്പം അതിനും വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടനെ കാണിക്കും. ഇങ്ങോട്ട് വരൂ. കുട്ടറെ തലയത്ത് കൂലിപ്പോയി പാവം. ഉച്ചിടോ നമുക്ക് ഡാൻഡ് പോകാം. പക്ഷെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇത്ര നേരം കഴിച്ചിട്ടില്ല. ഹാജർ. അയ്യോ ആനെ വീഡിയോ എടുക്കാൻ പറ്റില്ലക്ക. ആനനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ 3 ആന നല്ല വരി. അപ്പോൾ പത്തിരിപ്പാലൻ്റെ തൊട്ട് മുമ്പായിട്ട് ഹോട്ടൽ ഫോർച്യൂൺ ഹിൽസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നല്ലൊരു രസമുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബാക്കിയുള്ള അവിടുത്തെ വിശേഷങ്ങളും നമ്മൾ എന്തിനാണ് പോയത് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. Come on, SiluTalks. അപ്പോൾ പറയൂ, why are we here? അപ്പോൾ അതേ നമ്മൾ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പാലക്കാട് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അവിടെ താമസിക്കുന്നവർക്ക് താമസിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോരുന്നവർക്ക് അങ്ങനെ പോരാം. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വരാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഏകദേശം വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികളെയൊക്കെ ഒരുക്കി എടുത്ത് വരുമ്പോഴേക്കും തന്നെ നേരമായിട്ടുണ്ടായിരുന്നു. അമ്മീനെ പൊക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴുള്ള ഒരു പേടിയില്ല. അതുപോലെ ചെറിയൊരു ശിവരിങ്ങൊക്കെ കിട്ടാം. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. എൻ്റെ പേര് സൽഹ, പാലക്കാട് ടൗണിലാണ്. എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാമോ? എന്ത് സ്റ്റോറിയാണ് പറയുന്നത്? എങ്ങനെ നേരിടുന്നു എന്നുള്ളത് എന്നുവെച്ചാൽ നമ്മൾ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല. ഞാൻ ആർക്കും സമൂഹത്തിന് ഒരു ദോഷമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. പിന്നെ ഒരുപാട് സ്ത്രീകൾ
അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്പീച്ചും കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മങ്കരയിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലുള്ളത്. അവിടെയുള്ള ആർക്കെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ പാലക്കാട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ്. ചുച്ചുമണി എന്താ വേണ്ടത്? ചായ കുടിച്ച് വായിൽ കടിച്ചു. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ കൊടുക്കൂല കേട്ടോ. അപ്പോൾ ദേ ഞാൻ അവിടെ ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ തന്നെ ഒരു 2-3 ഐറ്റംസ് 4-5 വകയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്തില്ല. ഒരെണ്ണം ഈ ഇലയിൽ വെച്ചത് ഒഴികെ അത് ഞാൻ വിട്ടുപോയതാണ്. ബാക്കിയൊക്കെ ടേസ്റ്റ് ചെയ്തു, നന്നായിട്ടുണ്ട്, നല്ല ഫുഡാണ്. പിന്നെ അതുപോലെ ഇത് വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ സാലഡ്, ഞാൻ മിക്ക സമയത്ത് ഉണ്ടാക്കാറുള്ള ഒരു സാലഡാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ് അവരവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി, കുട്ടികളുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്ര ചില്ലറ പാടൊന്നുമല്ല. പിന്നെ ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് ബേബീനെ കയ്യിൽ വെച്ചിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് കലാപരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം. പിന്നെ അവിടെ കുറേ കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാനോ നിൽക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആരും പറയുന്നു അയ്യോ കൈ കാണണേ, കൈയല്ലേ മക്കളെ, ഇതാണ് ഇന്നർ. ഉണ്ടല്ലോ, സന്തോഷമായല്ലോ, തൃപ്തിയായല്ലോ, തൃപ്തിയായുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് കൈയായിട്ട് ഇങ്ങനെ തോന്നും നിഴലടിക്കണമെന്നൊക്കെ. ഉണ്ടല്ലേ? അത് ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ആകുമ്പോൾ ഈ സംഭവം ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ രാത്രിയിലത്തെ എൻ്റെ അടുത്ത പരിപാടികൾ ഫുള്ളും ക്ലീൻ ആക്കിയിട്ട് പോയി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ രാത്രി ഷോർട്സും കൂടെ ഷൂട്ട് ചെയ്തിട്ടാണ് കിടക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.